ഹലോ ഗായ്സ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചിറ്റൂർ വിഷുവേല കേട്ടോ. വിഷുവേല എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഒന്നൊന്നര വിഷുവേല എന്നൊന്നും പറയാൻ എനിക്കറിയില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് പോയ വിഷുവേലയാണ്. ഇതിനു മുമ്പ് കൊങ്ങമ്പടയ്ക്ക് അതിനൊക്കെ പോയിട്ടുണ്ട്. വിഷുവേല ഇപ്പോൾ അത് ആദ്യമായിട്ട് ഞാൻ കാണുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചിറ്റൂർ ഏരിയ മൊത്തം ബ്ലോക്കാണ് ആ ഫസ്റ്റ് കണ്ട വീഡിയോ. പിന്നെ ഓരോ വേഷങ്ങൾ അത് നമ്മൾ കാണുക തന്നെ വേണം കേട്ടോ. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഇതൊക്കെ കാണണം. എനിക്ക് കണ്ടപ്പോൾ നല്ലൊരു സന്തോഷമായി. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ ഈ വേലകളും ഈ പൂരങ്ങൾ. ഇതിൻ്റെ ഈ കിഴക്കേത്തര ഭാഗത്ത് വേറൊരു വേഷങ്ങളൊക്കെ ഉണ്ട് അത്ര, അതൊന്നും നമുക്ക് കാണാനേ പറ്റിയില്ല. അത് ഓരോരുത്തർ സ്റ്റാറ്റസ് ഇട്ടപ്പോഴാണ് നമ്മൾ കണ്ടത്. അത് കാണുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ട് കേട്ടോ. അസ്ഥി കൂടമൊക്കെ ഇത് കണ്ടപ്പോൾ നല്ല പേടിയായി എനിക്കേ പേടിയായി. അതുകൊണ്ട് അതിൻ്റെ മുഖം ഞാൻ തിരിഞ്ഞെടുക്കാനേ പോയില്ല. ഇതിനൊക്കെ ഓരോ മ്യൂസിക്കുകളും ഉണ്ട് കേട്ടോ. ഓരോ വേഷത്തിനും ഓരോ മ്യൂസിക്കാണ്. അതൊക്കെ ഇതിലുണ്ടായിരുന്നു. ഞാൻ ആ സൗണ്ട് മൊത്തം കളഞ്ഞിട്ട് എൻ്റെ സൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഓരോ വേഷത്തിൻ്റെ ഉള്ളിലും ആളുകളാണ്. അതിൻ്റെ ഇടയിൽ എന്തോ എൻ്റെ മകൾ എന്നോട് കുശലം പറയുന്നുണ്ട് കേട്ടോ, എന്താണെന്നൊന്നും ഓർമ്മയില്ല. ഈ വേഷങ്ങളൊക്കെ അവസാനം ഞങ്ങൾ ചിറ്റൂർക്കാവിൻ്റെ അവിടെ പോയിരുന്നു. അപ്പോൾ എല്ലാം കാല് കടഞ്ഞിട്ട് മുട്ടും മടക്കി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിലുള്ള ആളുകൾ ഇറങ്ങിപ്പോയതാണോ ഇല്ല വേഷത്തിനൂടെ ഇരുത്തി വെച്ചിട്ട് പോയതാണോ അവർ മുട്ടുകുത്തിയിരുന്നാണോ എന്നൊന്നും അറിയില്ല. ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ കണ്ടു. അങ്ങനെ നല്ല പാട്ടായിരുന്നു. ആ പാട്ടാണ് അവൾ എൻ്റെ മകൾക്ക് കൂടെ പാടുന്നത് കേട്ടോ. നമ്മൾ ചേച്ചീൻ്റെ കൂടെ പോയ വീഡിയോ ആണ്. ചേച്ചി പിന്നെ എവിടെ പോകുമ്പോഴും രജു വരുന്നോ വാ പുക എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോട്ടെ അങ്ങനത്തെ വേലകൾക്കൊക്കെ കാണാൻ. അങ്ങനെ പോയത് കൊണ്ടാണ് ഈ വേലകളൊക്കെ കണ്ടത് കേട്ടോ. പിന്നെ ഈ ബൊമ്മ അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. കൈ കൊടുത്ത് അതാ നിത കൈ കൊടുത്ത് പേടിച്ച് ഓടി വന്നു നിത. അങ്ങനെ ഓരോ വേഷങ്ങൾ ഇത് അടുത്ത് വന്നത് നിലവിളിയായിരുന്നു. വലുതും ചെറുതും ഒക്കെ നിലവിളിച്ചു. പിന്നെ കറുപ്പ് കളറിലൊരു ഗൊറില്ല പോലൊരു സാധനം, അത് കണ്ട് വലുതും പേടിച്ച് കരയുണ്ടായിരുന്നു. അത് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് സാധനം എന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ ഇടയിൽ കൊട്ടുണ്ട്, ചിങ്കാരി മേളയുണ്ട്. ഇത് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിരിക്കുകയാണ് കേട്ടോ. ചിങ്കാരി മേളയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അവിടെ നിന്നാൽ നമുക്കിത് ഇതാണ് സംഭവം. ഇത് എൻ്റെ നിതാൻ്റെ ബാക്കിലും നേഹാൻ്റെ ബാക്കിലും വന്നപ്പോൾ അമ്മ പറഞ്ഞിട്ട് അതുവഴിയെ ഓടി രക്ഷപ്പെട്ടു പോയതാണ് ഈ വീഡിയോ. പിന്നെ ഓരോ വേഷങ്ങൾ നമ്മൾ ഹായ് പറയുമ്പോൾ കൈയൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നിതാൻ്റെ കൈ പിടിച്ച് കുലുക്കിയിട്ട് ഒരു വേഷം ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടുത്ത് കൈ കൊടുത്തപ്പോൾ നിതാൻ പിട്ട് കുലുക്കിക്കൊണ്ടിരുന്നു കേട്ടോ. ഇതാ കൈയൊക്കെ കൊടുത്താൽ ഷെയ്ക്കിൻ്റെ ഒക്കെ കൊടുക്കുന്നുണ്ട്. അവർക്കൊക്കെ അറിയുന്നുണ്ട് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ ആളുകളൊക്കെ ആയിട്ട്. അങ്ങനെ നല്ല വേഷങ്ങൾ. പിന്നെ നമ്മൾ കാവിൻ്റെ അവിടെ പോയിരുന്നു. കാവിൻ്റെ അവിടെ പോയിരിക്കുന്നതിന് മുമ്പ് ഇത് എൻ്റെ മുന്നിൽ നിന്ന് കുലുങ്ങാണ് കേട്ടോ. ഞാൻ കത്തില്ല, എൻ്റെ പിന്നാലുള്ള നേഹയും മുന്നാലുള്ള നിധിയും ഒക്കെ കത്തി. നേഹമായിന് ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുകയാണ്. പിന്നെ ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ ശിങ്കാരി വേലകൾ നല്ല നിറയെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി തിരക്കായിരുന്നു. അപ്പം ഞാനിങ്ങനെ പോയി അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി കുറുക്ക വഴി കൂട്ടിയിട്ട് പോയി. കുറുക്ക വഴി എന്ന് വെച്ചാൽ ശിവൻകോവിലിൻ്റെ അമ്പലത്തിൻ്റെ കുളം വഴിക്ക് പോയ ചിറ്റൂർക്കാവിൻ്റെ തവളയ്ക്ക് ഫ്രണ്ടിൻ്റെ ഒരു അമ്മ കണ്ടു. നിറയെ ഫ്രണ്ടിൻ്റെ അമ്മമാരിങ്ങനെ കണ്ടു. പിന്നെ ഈ പോപ്പറ്റ് പൊടിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ നിൽക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അത് എനിക്ക് ആദ്യത്തെ അനുഭവമാണ്. അതും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ് ഔട്ടൊക്കെ പൊട്ടുണ്ട്. അത് നമുക്ക് ശരിക്കും കാണണില്ല കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് സൈഡ് കൊണ്ട് വെച്ചതുകൊണ്ട് നമുക്ക് ഔട്ട് കാണാൻ പറ്റിയില്ല. ഇതിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഇതിൻ്റെ മേലെ കൂടിയൊക്കെ പോകുമ്പോൾ അതൊക്കെ നല്ലൊരു അനുഭവമായിരുന്നു. ഇതൊക്കെ അനുഭവമൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ. നല്ല രസമുള്ള അനുഭവം. അങ്ങനെ പോയി. അങ്ങനെ ശിവൻ്റെ ആ കുളത്തിൻ്റെ അവിടെ ഇരുന്ന് ഫോട്ടോ എടുത്തതാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ നടന്നപ്പോൾ കുറച്ച് വിശന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാളാനും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് തിന്നിട്ട് അങ്ങനെ കാവിൻ്റെ അവിടെ പോയി ഇതിലിരുന്നു. ഇങ്ങോട്ടാണ് ചിറ്റൂർക്കാവിൻ്റെ അവിടേക്കാണ് എല്ലാ വേഷങ്ങളും വരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, നമ്മൾ അവിടെ പോയി ഇരുന്നാൽ കാണാമല്ലോ. ആളുകൾ വരുന്നതിന് മുമ്പ് നമ്മൾ കുറുക്ക വഴി കൂടി വന്നപ്പോൾ അവിടെ സീറ്റ് കിട്ടിയത് കൊണ്ട് അവിടെ പോയി ഇരുന്നു കേട്ടോ. അങ്ങനെ പോയിരുന്ന് കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്ത്. അതാണ് ചിറ്റൂർക്കാവിൽ ഈ മരവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു കഥയൊക്കെ ഉണ്ട് കേട്ടോ. ഈ മരം അതെനിക്കറിയാം. ഈ മരമല്ല, ഈ മരമാണ്. അത് അടുത്തുള്ള മരം, ഇത് ആലുമരം. അതിനെന്തോ ഒരു കഥയൊക്കെ ഉണ്ട് കേട്ടോ ചിറ്റൂരമ്മൻ്റെ. അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ എൻ്റെ നേഹമകൻ്റെ അടുത്ത് തന്നെ ചോദിക്കണം ഗായ്സ്. അങ്ങനെ ഇത് നമ്മുടെ മിതു വന്ന് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ശ്രുതി ചേച്ചിൻ്റെ മനയാണ്. അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ. അവന് വീഡിയോ എടുത്തതുപോലെ അറിയുമെന്നറിയില്ല. ഞങ്ങൾ ഇരുന്ന് ആസ്വദിച്ചു. നല്ല രസമായി കളിക്കുന്നുണ്ടായിരുന്നു അവൻ. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് വീഡിയോ എടുത്തു. കുറച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും നമ്മൾ ഉമേഷ് വന്നു. അവനും കുറേ ഞങ്ങൾക്ക് കഥ പറഞ്ഞ് ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമൊക്കെ വാങ്ങിച്ചു തന്ന്. അങ്ങനെ എല്ലാം കണ്ട് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് പിന്നെ കുറേ വേഷങ്ങളൊക്കെ അതിയെ പോയതിനെയൊക്കെ വീഡിയോ എടുത്ത്
വീഡിയോ എടുത്തിട്ട് ചില വീഡിയോസൊന്നും ക്ലിയർ ഇല്ല കേട്ടോ, കറക്റ്റായിട്ട് കിട്ടണില്ല. പിന്നെ ഇതൊക്കെ ഓരോ വേഷങ്ങൾ. ഇനി പേടിയാവുന്ന വേഷങ്ങളൊക്കെ അപ്പുറത്തെ സൈഡായിരുന്നു അത്ര, അതൊന്നും ഞങ്ങൾ കണ്ടുമില്ല. നന്നായി കാണാത്ത, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഞാനും എൻ്റെ മക്കളും ഒന്നും ഉറങ്ങിയിട്ടുണ്ടാവില്ല. പിന്നെ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ തലേൻ്റെ ബാക്കിൽ ഒരാളിരുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുകയാണ്. അപ്പോൾ അവരിങ്ങനെ കൈയും തലയും ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ വേഷങ്ങളും കാണാൻ ഇടയായി ഗൈസ്. അതിൻ്റെ ഇടയിൽ ഒരു ആന വരുന്നുണ്ട് കേട്ടോ, കുടുകുടുന്ന് ഓടിയിട്ട്. ഈ ആനയാകുമ്പോൾ വെയിലും കൊള്ളണ്ട, വെള്ളവും കൊടുക്കണ്ട, നല്ല മാതിരി എന്ന് വിചാരിക്കണ്ട, അടർന്ന് ഉരുട്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിഷുവേല വിശേഷങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നോക്കുക, നിങ്ങളുടെ വിഷുവേല എങ്ങനെയൊക്കെയാണോ നോക്കുക. ഇതിൻ്റെയൊന്നും എനിക്കറിയില്ല വിഷുവേല. എൻ്റെ വിഷുവേല ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതാ ഓരോ വേഷങ്ങളിലൊക്കെ വീഡിയോ എടുത്തു കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ മെല്ലെ നടന്നു വന്നു. സീറ്റൊന്നും കിട്ടിയില്ല കേട്ടോ, അല്ല ഓട്ടോ ഒന്നും കിട്ടിയില്ല കേട്ടോ. തിരിച്ച് വരാൻ നടന്നാണ് വന്നത്. പിന്നെ പകുതിയിൽ വെച്ചൊരു ഓട്ടോ കിട്ടി, അവിടെ നിങ്ങളുടെ ഓട്ടോ പിടിച്ച് വന്നു. ഇതാ 2-3 വേഷങ്ങൾ അവിടെ മുട്ടുകുത്തിയിരിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മുട്ടുകുത്തിയിരിക്കുന്നത്, ഇപ്പോഴാണ് ഞാൻ ആ വീഡിയോ എടുത്ത ഓർമ്മ. അപ്പോൾ തന്നെ ഇതാൻ്റെ ഫ്രണ്ട് ഇടയിൽ കണ്ടപ്പോൾ അവളിനെ പോയി ഫോട്ടോ എടുത്തു. അതാ കണ്ട മുട്ടുകുത്തി അവിടെ ഇരിക്കുന്നത് 2 വേഷങ്ങൾ. കാല് കടഞ്ഞിട്ടാണോ ഇനി ഊരി വെച്ചിട്ട് പോയാൽ ശ്രദ്ധിച്ചില്ല. ഇങ്ങനെ ഓരോ വേഷങ്ങളും നടന്ന് പോയി, അതൊക്കെ നോക്കി. അങ്ങനെ എൻ്റെ വിഷുവേല അത്രയേ ഉള്ളൂ. നിങ്ങളുടെ വിഷുവേലകൾ, വിഷു വിശേഷങ്ങൾ ഒക്കെ ഇതുപോലെ കമൻറ്റിലോ ലൈക്കിലോ ഷെയറിലൊക്കെ പറയുക കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ വീഡിയോസ്. നിങ്ങളുടെ അവിടെ ഇതുപോലത്തെ വേഷങ്ങളൊക്കെ ഉണ്ടോ എന്ന് പറയണം. അപ്പോൾ ബൈ. വേറെ വിശേഷമൊന്നുമില്ല. ഇനി എന്താ പറയാനുള്ളത്, ഡാൻസ് അത് ഓരോ പാട്ടിനും ഓരോ ഡാൻസ്, അത് കാണുക തന്നെ വേണ്ട. അപ്പം നല്ല രസമുണ്ടായിരുന്നു. ബൈ.